ഒടുവിൽ ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കി, ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇറാനിൽ ഇസ്രയേലിന്റെ ആക്രമണം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി. ടെഹ്റാനിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജോംഹൌറി പ്രദേശത്തും നിരവധി മിസൈലുകൾ പതിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ലിജിൻ ചേരുകയാണ്. ലിജിൻ, ഒരുപക്ഷെ തിങ്കളാഴ്ചത്തെ വിയന്നയിലെ ചർച്ചയ്ക്ക് ശേഷം സംഭവിച്ചേക്കാമെന്ന് നമ്മൾ കരുതിയ ആ യുദ്ധം, ആ ഏറ്റുമുട്ടൽ ഒരുപക്ഷെ അമേരിക്കയും ഇറാനുമായി സംഭവിച്ചേക്കാമെന്ന് നമ്മൾ കരുതിയ യുദ്ധം ഒരു 48 മണിക്കൂർ മുൻകൂട്ടി കടന്ന് ഇന്ന് ഈ പട്ടാപ്പകൽ സംഭവിച്ചിരിക്കുന്നു. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. അമേരിക്കയുമായി ആലോചിച്ചെന്ന സൂചന. 2-3 ദിവസം മുൻപേ ഇസ്രയേലിൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരാവസ്ഥയടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും സ്വപ്ന, എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ പ്രധാനപ്പെട്ട മേഖല ടെഹ്റാനിലെ തന്നെ പ്രധാനപ്പെട്ട 2 മേഖലകളിലാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇതിൻ്റെ നേതാക്കൾ തന്നെ, അതായത് ഇസ്രായേലിൻ്റെ തന്നെ ചില നേതാക്കൾ ചില അന്തർദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയുമായി ഞങ്ങൾ യോജിച്ചുകൊണ്ട് ചില ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ചില വക്താക്കൾ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇത്തരമൊരു ആക്രമണം നടത്തുന്നു എങ്കിൽ നിശ്ചയമായും അമേരിക്കയുടെ കൂടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഒരു വിവരം. എന്തായാലും ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് 2 രാജ്യങ്ങൾ തമ്മിൽ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഇറാന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചടിക്ക് തങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൗരന്മാർ ആരും തന്നെ ഈ വിമാനത്താവളങ്ങളിലേക്ക് എത്തരുത് എന്നുള്ളത് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ ബങ്കറിനുള്ളിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും അടച്ച ഒരു നിലയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. നേരത്തെ സ്വപ്നം തന്നെ സൂചിപ്പിച്ചിരുന്ന പോലെ അമേരിക്ക ഇത്തരത്തിലൊരു നീക്കം നടത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇറാനും അമേരിക്കയുമായി വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ ഒരു പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ നയതന്ത്ര ചർച്ചയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നാണ് ഒരു പരിധിവരെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ചർച്ചകളിൽ താൻ സംതൃപ്തനല്ല, യുദ്ധത്തിലേക്ക് നയിക്കുന്നതിൽ താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒന്നും ചെയ്യാനില്ല എന്ന തരത്തിലുള്ള പരാമർശം ട്രംപിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും എപ്പോഴും ഒരുമിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇറാനെതിരെ നിരവധി തവണയാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നും പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദ രാജ്യം എന്നതടക്കമുള്ള പരാമർശങ്ങൾ ട്രംപ് തന്നെ നടത്തുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ അപ്രതീക്ഷിത എന്ന് പറയാവുന്ന ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ സംയോജിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടുള്ള ജനങ്ങളോട് വലിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും ഇറാനിലെ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാണ്. അതായത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും അവിടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാരോട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നീക്കം നടത്തണം എന്നുള്ളതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടി, ഇറാന്റെ മറുപടി നമുക്ക് വരാം. ഇറാൻ ഇനി ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ എന്തായാലും ഈ ഒരു സാഹചര്യത്തെ നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ വിലയിരുത്തുകയാണ്. അതിലേക്ക് പറഞ്ഞാൽ ഇതൊരു ആശ്വാസം എന്ന് പറയാം. കാരണം അമേരിക്ക അവിടെ നടത്തിയുള്ള പ്രിപ്പറേഷൻ അനുസരിച്ച് ഈ ടോക്സ് ഫെയിൽ ചെയ്യും നടത്തുന്ന ഒരു അറ്റാക്ക് ആയിരുന്നെങ്കിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്കോ ആകുമായിരുന്നു. ഇപ്പൊ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും നടക്കുകയാണ്. അപ്പൊ അമേരിക്ക സ്റ്റിൽ എൻഗേജ്ഡ് വിത്ത് ഇറാൻ. ആ സമയത്ത് ഇസ്രയേലിന് അവരുടെ തന്നെ പ്രോബ്ലംസ് ഉണ്ടല്ലോ ഇറാനുമായിട്ട്. അപ്പോൾ ഒരു വാർണിംഗ് ഷോട്ട് എന്നുള്ള തരത്തിലാണ് ഇസ്രയേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾ ഔട്ട് അറ്റാക്ക് ആണെങ്കിൽ അമേരിക്ക തന്നെ മുന്നിലേക്ക് വന്നേനെയാണ്. അപ്പോൾ ഈ ടോക്സിന് കുറച്ചുകൂടെ സീരിയസ്നെസ് കിട്ടാൻ വേണ്ടി, ഒരു ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം അതൊരു ടിറ്റ് ഫോർ ടാറ്റ് അറ്റാക്ക് ആയിട്ട് തീരുമാനിക്കും.
ഇറാൻ ഏതെങ്കിലും സിറ്റിയിൽ ഇസ്രായേലിൽ ബോംബ് ചെയ്യും. അതോടുകൂടി അത് തീരും. അതേസമയത്ത് അമേരിക്കക്കാരാണ് ചേർന്നതെങ്കിൽ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്ന ഈ സാഹചര്യം ഒരുപക്ഷെ കൂടുതൽ വഷളാക്കുമെന്ന ഒരു അതുകൂടി നമ്മൾ കാണണ്ടേ? അതെ, പക്ഷെ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ആയിട്ടില്ലല്ലോ. അവരിപ്പോഴും ചർച്ചകൾ നടത്തുകയല്ലേ. അപ്പൊ അവർക്ക് പറയാം ഇത് ഇസ്രായേൽ ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഷോട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിയാൻ പറ്റുമല്ലോ. പക്ഷെ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ഒരിക്കൽ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോകാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അമേരിക്ക നേരിട്ട് അറ്റാക്ക് ചെയ്തില്ല എന്നുള്ളത് കുറച്ചൊരു റിലീഫുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ അതൊരു ടിറ്റ് ഫോർ ടാറ്റ് ബോംബിങ്ങോടുകൂടി തീരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ചർച്ചകൾ തുടരുകയുമാണല്ലോ. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ ഇസ്രയേലിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒന്നുകൂടി വഷളാകുകയോ അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇസ്രയേൽ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി തന്നെ വീണ്ടും തിരിച്ചടിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അമേരിക്കയുടെ ഒരു ഇടപെടൽ സ്വാഭാവികമായും ഈ ഒരു ഇഷ്യൂയിലേക്ക് വരികയും ചെയ്യും. അമേരിക്ക ഇടപെടേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നതാണെന്നാണ് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയ്ക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവർ തയ്യാറായിരിക്കല്ലേ മുഴുവനായിട്ടും. പക്ഷെ ആ നെഗോസിയേഷൻസിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കുക. അതേസമയം തന്നെ ഭയപ്പെടുത്തുക ഞങ്ങൾ സീരിയസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിന് തീർച്ചയായിട്ടും തിരിച്ചൊരു അറ്റാക്ക് കിട്ടും. പക്ഷെ അതോടുകൂടി അത് അവസാനിക്കും. അത് യുദ്ധമായിട്ട് മാറാൻ സാധ്യതയില്ല. അതാണ് ഞാൻ ഇതിനകത്തൊരു ഹോപ്പ്ഫുൾ സൈനായിട്ട് കാണുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ. 4 മില്യൺ ഇന്ത്യൻസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് പടർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷനാണിത്. ഓക്കെ, ലിജിനിലേക്ക് തന്നെയാണ് വീണ്ടും. ലിജിൻ, ശ്രീ ടി പി ശ്രീനിവാസൻ സാറിൻ്റെ പരാമർശം കേട്ട് കാണുമല്ലോ ലിജിൻ. അതായത് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് നന്നായി, അല്ലെങ്കിൽ അമേരിക്ക ആക്രമിച്ചുവെങ്കിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണമായതുകൊണ്ട് തന്നെ ഇതൊരു വാർണിംഗ് അറ്റാക്കാണ് എന്നാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത്. പക്ഷേ ഒരു വാർണിംഗ് അറ്റാക്ക് ആണെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ പരമോന്നത അധികാരത്തിന് നേരെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ നേരത്തെ തന്നെ ഇറാനിലെ പരമോന്നത നേതാവും അവിടുത്തെ ഭരണകൂടവും കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നതാണ്. എങ്ങനെയാകും ഇറാൻ്റെ ഒരു തിരിച്ചടിയെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് നേരിട്ട് ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും ഒന്നും ഒരു അറ്റാക്ക് നടത്താൻ ഇറാൻ ശ്രമിക്കുകയില്ല. പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ മധ്യപൂർവേഷ്യയിലെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൈനിക ക്യാമ്പുകളെയായിരിക്കും. ആ മേഖല അപ്പാടെ മൊത്തത്തിൽ ഒരു അശാന്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം. തീർച്ചയായിട്ടും സ്വപ്ന, ഈ ഒരു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മുൻകരുതൽ ആക്രമണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. അതായത് ഇത് തങ്ങൾ മുൻകരുതൽ എന്ന നിലയ്ക്ക് ആക്രമണം നടത്തിയതാണ് ഇറാനിലെ ടെഹ്റാനിൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ആയത്തുള്ള ഖമേനിയുടെ അദ്ദേഹം വസിക്കുന്ന സ്ഥലത്തിന് സമീപമായിട്ടാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആക്രമണം നടന്നത്. മറ്റൊന്ന്, സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എന്തായാലും ഇസ്രായേലിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകൾ ഇറാനിയൻ അതിർത്തികളിലും അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലും ഇപ്പോൾ പറക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അത് കൃത്യമായി അറിയുവാനും സെൻസർ ചെയ്യുവാനുമുള്ള അത്യാധുനിക ശേഷിയുള്ള MQ-4C എന്ന ഡ്രോണുകളാണ് ഇപ്പോൾ അമേരിക്കൻ നാവികസേനയുടെ ഡ്രോണുകളാണ് ഇറാൻ്റെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ പറക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ അവർ ശേഖരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക കൃത്യമായി ഈ ഇറാൻ്റെ നടപടികളും അല്ലെങ്കിൽ ഇറാൻ്റെ നീക്കങ്ങളും ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാൻ പ്രത്യാക്രമണം നടത്താൻ സാധ്യതയുള്ള മിസൈൽ ലോഞ്ചറുകൾ അതോടൊപ്പം തന്നെ നാവിക കപ്പലുകൾ എന്നിവ ഏത് രീതിയിലാണ് മുന്നോട്ട് പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നീക്കം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രോണുകൾ ഇപ്പോൾ അയച്ചുകൊണ്ടാണ് അമേരിക്ക ഈ നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയതന്ത്രപരമായി വലിയ ചർച്ചകൾ നടക്കുന്ന വേളയിലാണ് ഇസ്രായേലിൻ്റെ ഇത്തരമൊരു നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഇറാൻ്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാകുമ്പോൾ ഇത് കേവലം ഇറാനെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെയോ അമേരിക്കയോ മാത്രമല്ല ബാധിക്കുക, മറ്റ് ലോകരാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. സമാധാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് മറ്റെല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്. എങ്കിൽ പോലും ഇരു രാജ്യങ്ങളുടെ
നിലപാട് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നിലപാടാണ് ഏറ്റവും പ്രധാനമായും വരിക. ഈ ഒരു തീർച്ചയായും അതിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. നേരത്തെ വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് വിലയിരുത്തുകയുണ്ടായി. അതായത് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു അസ്വാരസ്യം, ഈ ഒരു അറ്റാക്ക് ഒരുപക്ഷേ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന വിയന്നയിൽ നടക്കാനിരിക്കുന്ന 3ാം വട്ട അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളെ സാരമായി ബാധിക്കും. ഒരുപക്ഷെ ഈ ചർച്ച തന്നെ നടന്നേക്കില്ല. ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഒരു ആണവ കരാറിലേക്ക് ഒതുക്കാനുള്ള അല്ലെങ്കിൽ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ, ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടാനുള്ള ഒരു നീക്കം ഒരുപക്ഷെ ഇനിയും വിദൂരമായി തന്നെ തുടരുമെന്നൊരു സൂചനയാണ് ശ്രീ മോഹൻ വർഗീസ് നൽകിയത്. സ്വാഭാവികമായി ചർച്ചകളും ആക്രമണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. നയതന്ത്രം പരാജയപ്പെടുന്നിടത്താണ് യുദ്ധമുണ്ടാകുന്നത്. ഇവിടെ 3 റൗണ്ട് ചർച്ചകൾ, ആദ്യ റൗണ്ട് ഒമാനിൽ വെച്ചും 2ാമത്തെ റൗണ്ടും 3ാമത്തെ റൗണ്ടും ജനീവയിൽ വെച്ചും കൺക്ലൂഡ് ചെയ്യുകയും ജനീവയിൽ വെച്ചുള്ള 3ാമത്തെ റൗണ്ടിൽ ഇറാൻ ഡ്രാഫ്റ്റ് പ്രപ്പോസലുകൾ, ലിഖിതമായ ചില നിർദ്ദേശങ്ങൾ മധ്യസ്ഥർ മുഖേന അമേരിക്കയെ സമർപ്പിക്കുകയും ചെയ്തു. അടുത്ത റൗണ്ട് ചർച്ച ജനീവയിൽ നിന്നും മാറി ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചാണ് എന്ന രീതിയിലാണ്. അവിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കാളികളാകും. അവിടെ കുറച്ചുകൂടി ടെക്നിക്കൽ നേച്ചറുള്ള ചർച്ച നടക്കും എന്ന പ്രതീതി ഉണ്ടായിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ സമയക്രമം ഒന്നുകൂടി വളരെ ഗൗരവമായി നോക്കേണ്ടതുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തിങ്കളാഴ്ച ടെല്ലവീവിൽ എത്തുന്നു. ഇസ്രയേലുമായി കൂടിയാലോചനകൾ നടക്കുന്നു. അതിനുശേഷം മാത്രമേ യുദ്ധം ഉണ്ടാകൂ എന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ നാടകീയമായ രീതിയിൽ ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന സംയുക്ത ഒരു വ്യോമ ആക്രമണം ഇറാന്റെ 2 നഗരങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. കാര്യമായ നാശനഷ്ടം ഉണ്ടായതായിട്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ഇവിടെ അമേരിക്കയുടെ ചില പ്രിഫറൻസുകൾ, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചില പ്രിഫറൻസുകൾ, ഈ പ്രിഫറൻസുകൾ ഉറപ്പായി നേടിയെടുക്കണം എങ്കിൽ സമാധാന ചർച്ച കൊണ്ട് സാധിക്കില്ല. ഒരു പരിധിവരെ മാത്രമേ സമാധാന ചർച്ചകൾ, ആണവ ചർച്ചകൾ മുന്നോട്ട് പോകൂ. കാരണം 3-4 കാര്യങ്ങളിൽ ധാരണയാകാനുണ്ട്. ഇറാൻ ആകെ അനുവദിക്കുന്നത് സമ്പുഷ്ടീകരണം, ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം കുറച്ചു കൊണ്ടുവരാം എന്നത് മാത്രമാണ് അംഗീകരിക്കുന്ന ഏക കാര്യം. പക്ഷേ മിസൈലുകളുടെ കാര്യത്തിൽ, സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ, പ്രോക്സികളെ സഹായിക്കുന്ന കാര്യത്തിൽ, ഈവൻ ഭരണമാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇറാനുമായി ഇപ്പോൾ ചർച്ച ചെയ്യാവുന്ന ഒരു നിലയിലല്ല അമേരിക്ക. സ്വാഭാവികമായി ഒരു ആക്രമണം മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള വഴി എന്ന് അമേരിക്ക ചിന്തിച്ചതിൽ ഒരു പക്ഷേ അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഈ സമയത്ത് നടക്കും, പ്രത്യേകിച്ച് പകലിന്റെ ഒരു സമയത്ത് നടക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം മുൻകാലങ്ങളിൽ നടന്ന ആക്രമണം എല്ലാം തന്നെ രാത്രിയുടെ മറവിലാണ്. കഴിഞ്ഞ സമീപ ഭൂതകാലത്ത് നടന്ന ഏതാണ്ട് എല്ലാ വ്യോമാക്രമണങ്ങളും രാത്രിയിൽ യുദ്ധം തുടങ്ങുന്നു എന്ന രീതിയായിരുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ മുൻപ് നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കണ്ടു. ഏറിയൽ ഒബ്ജക്ട്സ് എല്ലാം തന്നെ പോയിരുന്നത് രാത്രിയിലാണ്. ഇപ്പോൾ ഒരു ചേഞ്ച് എന്ന നിലയിൽ ഇപ്പോൾ പകൽ സമയത്ത് ആക്രമണം നടന്നിരിക്കുന്നു എന്ന് തന്നെ ഇതിനകത്ത് ഒരു വ്യത്യസ്തത, ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയം തിരഞ്ഞെടുത്തു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു കാര്യം കൂടി എടുത്ത് ചോദിക്കട്ടെ. കഴിഞ്ഞ തവണത്തെ ആക്രമണം നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഇറാന്റെ ആണവ നിലയങ്ങൾ, പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് പറഞ്ഞ് ഒതുങ്ങി ഒരു 2 ആഴ്ചയ്ക്കപ്പുറം പോകാത്ത ഈ യുദ്ധം ഇനി ഈ ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഇറാൻ അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം 2025 വർഷം നടന്ന ആക്രമണങ്ങൾ രീതി നോക്കിയാൽ ഇസ്രയേലും ഇറാനും തമ്മിൽ 12 ദിവസം നീണ്ടുന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അന്ന് ഇറാനുമായി ആണവ ചർച്ചയിൽ ഉണ്ടായിരുന്ന 5 റൗണ്ട് ആണവ ചർച്ച കഴിഞ്ഞു നിന്ന അമേരിക്ക ഏകപക്ഷീയമായി ഇറാനെതിരെ 12ാം ദിനമാണ് യുദ്ധത്തിൽ പ്രവേശിക്കുന്നതും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം ഫർദോയിലെയും ഇസ്ഫഹാനിലെയും നഥാൻസിലെയും എല്ലാം ഭൂഗർഭ ആണവ നിലയങ്ങളിൽ P2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അതിശക്തമായ ആക്രമണം തന്നെയാണ് കാഴ്ചവെച്ചത്. സമാനമായ രീതിയിൽ തീർച്ചയായും എന്തായാലും ഇക്കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തങ്ങൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്.